ദൈവ തിരുനാമത്തിനെ മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന അവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിലെ പഴയ നിയമ ബലികളുടെ സാങ്കത്യം കർത്താവായ യേശുക്രിസ്തു അഥവാ മശിഹ വരുന്നതുവരെ മാത്രമായിരുന്നു എന്നുള്ള കാര്യമാണ് ഇവിടെ വിശദീകരിക്കുന്നത്. യേശു വരുന്നതിൻ്റെ നിഴലായി പഴയ നിയമത്തിൽ ഒരു താൽക്കാലിക സംവിധാനമായിട്ടാണ് പഴയ നിയമ ബലികളൊക്കെ ആരംഭിച്ചതെന്ന് നമുക്കറിയാം. കർത്താവ് വന്നു കഴിയുമ്പോൾ പിന്നെ പഴയ നിയമ ബലികൾക്കൊന്നും പ്രസക്തിയില്ല. അപ്പോൾ പഴയ നിയമത്തിലെ ബലി എന്തായിരുന്നെന്നും യേശു തമ്പുരാൻ അതെങ്ങനെ അതിനെ പൂർത്തീകരിക്കുന്നെന്നും ഉള്ള ഒരു സൂചന 9-ാം അധ്യായം നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ പഴയ നിയമ കൂടാരത്തിലെ ക്രമീകരണങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. പുറപ്പാട് പുസ്തകം 25-ന്റെ 23, 30-ന്റെ 30, 16, 33 ഈ ഭാഗങ്ങളിലൊക്കെ നമുക്കിതിനെപ്പറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ 8-ാം വാക്യത്തിൽ പറയുന്ന ആദ്യ കൂടാരത്തിന് അല്ലെ പഴയ നിയമത്തിലെ ആ സമാഗമന കൂടാരത്തിന് ആരാധകന്റെ മനസ്സാക്ഷിയെ പൂർണ്ണമാക്കുവാൻ കഴിയാത്ത കാഴ്ചകളും ബലികളുമാണ് അർപ്പിക്കാൻ കഴിഞ്ഞിരുന്നത്. ആരുടെയും പാപപരിഹാരം പൂർണ്ണമായി അവിടെ നടത്തപ്പെട്ടിരുന്നില്ല. താൽക്കാലികമായ ഒരു ആശ്വാസം ലഭിക്കത്തക്കവണ്ണമുള്ള സംവിധാനം മാത്രമായിരുന്നത്. 9-10 വാക്യങ്ങളിൽ ആ കാലഘട്ടത്തിൻ്റെ പ്രധാന കർത്തവ്യങ്ങൾ, കാഴ്ചകളെയും ബലികളെയും കുറിച്ചുള്ള ശുശ്രൂഷാവിധികൾ സമഗ്രമായി ഇത് ക്രോഡീകരിക്കുക, ഭക്ഷണപാനീയങ്ങളെയും പ്രക്ഷാളനങ്ങളെയും കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുക എന്നിവ മാത്രമായിരുന്നു. 8-9 വാക്യങ്ങൾ വരുമ്പോൾ വിശുദ്ധരുടെ വഴി വെളിവാക്കപ്പെട്ടിട്ടില്ല. അതായത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വിശുദ്ധ സ്ഥലത്തേക്കുള്ള വഴി അന്ന് തുറക്കപ്പെട്ടിട്ടില്ല. എന്നാൽ അതിൻ്റെ 11-ാം വാക്യമൊക്കെ വരുമ്പോഴത്തേക്കും പൗലോസ്ലീഹ പറയുന്നു, എന്നാൽ വരാനിരിക്കുന്ന നന്മകളുടെ പ്രധാന പുരോഹിതനായി ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു. കൂടുതൽ മഹനീയവും പൂർണ്ണവും മനുഷ്യനിർമ്മിതമല്ലാത്തതും സൃഷ്ടവസ്തുക്കളിൽ പെടാത്തതുമായ കൂടാരത്തിലൂടെ എന്നേക്കുമായി ശ്രീകോവിലിൽ അവൻ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ അതിവിശുദ്ധ സ്ഥലത്ത് അവൻ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ സമാഗതമായിരിക്കുന്ന നല്ല കാര്യങ്ങളുടെ ആചാര്യനായിട്ടാണ് മശിഹ പ്രത്യക്ഷനാകുന്നത്. 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ മശിഹായുടെ ഏകബലിയുടെ മഹത്വം പറയുന്നു. അത് ഒന്നാമത് പറയുന്നത് അവനോ മനുഷ്യനിർമ്മിതവും ഭൗമികവും അല്ലാത്ത മഹത്തരവും പൂർണ്ണവുമായ കൂടാരത്തിലേക്കാണ് പ്രവേശിച്ചത്. 2, ആടിൻ്റെ രക്തവുമായിട്ടല്ല സ്വന്തം രക്തവുമായിട്ടാണ് അവൻ പ്രവേശിച്ചത്. 3, ലൗകിക മഹാപുരോഹിതരെ പോലെ ആണ്ടുതോറുമല്ല ഒരിക്കൽ മാത്രമായി അവൻ പ്രവേശിച്ച് നിത്യരക്ഷ വരുത്തി. 4, മൃഗരക്തത്തെളിപ്പും ചാരം വിതറലും മൂലം അശുദ്ധി നീങ്ങി വിശദീകരിക്കപ്പെട്ടിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പഴയ നിയമത്തിൽ, പുതിയ നിയമത്തിൽ തന്നെ ദൈവത്തിന് സമർപ്പിച്ച മശിഹായുടെ രക്തം എത്രയധികമായി നമ്മളെ വിശുദ്ധീകരിക്കുമെന്നാണ് പൗലോസ്ലീഹ ചോദിക്കുന്നത്. ഇതുകൊണ്ട് പഴയ നിയമത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം താൽക്കാലികമായി മാത്രം സംഭവിച്ചു. എന്നാൽ യേശുക്രിസ്തു വന്നതോടുകൂടി അതിൻ്റെ പൂർണ്ണത അവിടെ കൈവരുന്നു. അപ്പം അങ്ങനെ പിന്നെ 5-ാമത് പറയുന്ന ആ യേശു തമ്പുരാൻ അർപ്പിച്ച ദിവ്യബലിയുടെ മാഹാത്മ്യം മുഖാന്തരം അവൻ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായി മാറിയെന്നുള്ളതാണ്. എന്തിനാണ് പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായി അവൻ മാറിയത്? ഒന്നാമത്, ആദ്യ നിയമം ലംഘിച്ചവരെ സ്വന്തം മരണത്താൽ അവരെ രക്ഷിക്കാൻ വേണ്ടിയാണ്. 2, വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യമായ അവകാശം വിളിക്കപ്പെട്ടവർ പ്രാപിക്കാനാണ്. അല്ല, 13-ാം വാക്യത്തിൽ നമുക്കത് കാണാം. 16 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ പഴയ ഉടമ്പടിയും രക്തം കൊണ്ടാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്.
19, 20, 21 വാക്യങ്ങളിൽ രക്തത്തളിപ്പിനെക്കുറിച്ച് പരാമർശിക്കുകയും ഇത് ദൈവം നിങ്ങൾക്ക് കൽപ്പിച്ചു തന്ന ഉടമ്പടിയുടെ രക്തമാണ് എന്നുള്ള മോശയുടെ വചനങ്ങൾ ഉദ്ധരിച്ച ശേഷം നിയമപ്രകാരം എല്ലാ വസ്തുക്കളും രക്തത്താലാണ് ശുദ്ധീകരിക്കപ്പെടുന്നത് എന്ന് പ്രസ്താവിച്ചുകൊണ്ട് രക്തം ചീന്തൽ കൂടാതെ മോചനമില്ല എന്ന നിത്യസത്യം പ്രഘോഷിക്കുകയും ചെയ്യുന്നു. ഈ തളിപ്പും മറ്റ് സ്വർഗീയമായവയുടെ പ്രതിരൂപങ്ങൾ ഇപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾ കൊണ്ട് വിശദീകരിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ പറഞ്ഞ ശേഷം മശിഹായുടെ പ്രത്യേകതയെക്കുറിച്ച് വീണ്ടും അവിടെ അവതരിപ്പിക്കുന്നു. 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ യേശു മനുഷ്യനിർമ്മിതമായ വിശുദ്ധ സ്ഥലത്തേക്കല്ല, നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിൽപ്പാൻ അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു. 2 മഹാപുരോഹിതനെ പോലെ പല പ്രാവശ്യം തന്നെ അർപ്പിക്കുവാനല്ല, കാലത്തികവിൽ ഒരിക്കൽ മാത്രമായി അവൻ സ്വയം അർപ്പണം ചെയ്തു. അത് പാപത്തെ നശിപ്പിക്കുവാനായിരുന്നു. ഇനി 28-ാം വാക്യത്തിൽ തൻ്റെ പുനരാഗമനത്തിൻ്റെ ഉദ്ദേശം വ്യക്തമാക്കുന്നു. അത് പാപം ഇനി വഹിക്കേണ്ടതിനല്ല, തന്നെ കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് അവൻ ഇനിയും വരാൻ പോകുന്നത്. ചുരുക്കത്തിൽ 9-ാം അധ്യായം പഴയ നിയമ ബലിയുടെ അതിൻ്റെ കുറവുകളും പുതിയ നിയമ യേശുക്രിസ്തുവിൻ്റെ ബലിയുടെ ശ്രേഷ്ഠതയും. യേശുക്രിസ്തു എന്ന മഹാപുരോഹിതൻ വന്ന് അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതിൻ്റെ, പിതാവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ സൂചനയായിട്ടാണെന്ന് പഴയ നിയമത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് പുരോഹിതൻ പ്രവേശിച്ചിരുന്നത്, മഹാപുരോഹിതൻ പ്രവേശിച്ചിരുന്നത്. അപ്പോൾ അത് പഴയ നിയമത്തിൽ, പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിൻ്റെ രക്ഷാകര പ്രവർത്തനങ്ങളുടെ അത് നിഴലായി ആ പഴയ നിയമത്തിൽ ഇതൊക്കെ സംഭവിച്ചു എന്ന് പൗലോസ്ലീഹ വളരെ അത് ആ ഭാഗങ്ങളെല്ലാം എടുത്ത് വളരെ ഇത് ചുരുക്കമായി പ്രതിപാദിച്ചുകൊണ്ട് ഇത് പറയുകയാണ്. ലേവ്യ സംഖ്യാവർത്തന പുസ്തകങ്ങൾ പറയുന്ന യാഗങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാത്തിൻ്റെയും രത്നച്ചുരുക്കം ഇവിടെയുണ്ട്. അതെല്ലാം പഴയ നിയമത്തിൽ അത് നിഴലായി സംഭവിച്ചു. ആ ശുദ്ധീകരണമൊക്കെ പാപത്തിൻ്റെ ശുദ്ധീകരണം പുതിയ നിയമത്തിൽ വരാൻ പോകുന്നതിൻ്റെ സൂചനയായിരുന്നു. നിത്യമായ പാപമോചനം മനുഷ്യന് നൽകാൻ വേണ്ടി മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം വന്ന യഥാർത്ഥ പുരോഹിതൻ വരാൻ പോകുന്നു. അതിൻ്റെ സൂചനയായി പഴയ നിയമ പൗരോഹിത്യം നൽകി, അതിൻ്റെ നിഴലായി പഴയ നിയമ പൗരോഹിത്യം നൽകി, യാഗങ്ങളെ നൽകി. അതിൻ്റെ എല്ലാം പൂർത്തീകരണം യേശുക്രിസ്തുവിലൂടെ സംഭവിച്ചിരിക്കുന്നുവെന്ന വലിയ സത്യം അദ്ദേഹം എബ്രായ ജനങ്ങളെ അറിയിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ കാത്തിരുന്ന നമ്മുടെ പൂർവ്വപിതാക്കന്മാർ പറഞ്ഞിരുന്ന, പ്രത്യാശിച്ചിരുന്ന ആ ലോകരക്ഷകനായ മശിഹായാണ് യേശുക്രിസ്തുവെന്ന് അദ്ദേഹം സ്ഥാപിക്കുകയാണ്. പഴയ നിയമ അവരുടെ ബലികളെയൊക്കെ എടുത്തിട്ട് അവിടെയൊക്കെ താൽക്കാലികമായിരുന്നു, ക്രിസ്തുവിൽ അത് പൂർണ്ണമായി സംഭവിച്ചു എന്ന് അതിനെയും പഴയ നിയമ ബലിയെയും യേശുക്രിസ്തുവിൻ്റെ ബലിയെയും തമ്മിൽ കൊണ്ട് ബന്ധിപ്പിച്ച് വളരെ വ്യക്തമായ രീതിയിൽ അദ്ദേഹം അവർക്ക് എഴുതുകയാണ്. ഇത് നമ്മളും ഇത് മനസ്സിലാക്കണം. പഴയ നിയമത്തിൽ നടന്നതിൻ്റെയൊക്കെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കാൻ കർത്താവ് മുഖാന്തരം നമുക്ക് അവസരം ലഭിച്ചു. ആ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ആ വിശുദ്ധിയിൽ ജീവിക്കുവാൻ, കർത്താവിൻ്റെ രക്ഷാകരമായ ആ പ്രവർത്തനങ്ങളോട് താതാത്മ്യം പ്രാപിച്ച് ആ വിശുദ്ധിയിൽ ജീവിക്കാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശക്തീകരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനെല്ലാവരെയും ശക്തീകരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.